Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻ ക്ലാസ്സുകളെ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുക്കുന്ന നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിൽ ചോദിച്ച ഒരു ചോദ്യം, ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യവും ആ ചോദ്യത്തിന്റെ ഉത്തരവും അനുബന്ധ കാര്യങ്ങളുമായി ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഡേൺ ഇന്ത്യയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്വല്പം കൺഫ്യൂസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗിവൻ ബിലോ എന്നാണ്. ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ഗിവൻ ബിലോ. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെന്റുകൾ കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി ഈസ് ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ഫൗണ്ടഡ് ബൈ ആനി ബെസന്റ് ആണ് ഒന്നാമത്തെ ചോദ്യം. സ്റ്റേറ്റ്മെന്റ് വരുന്നത് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ച ആനി ബെസന്റ് ആണ് എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഷീ പ്ലേഡ് എ കീ റോൾ. ഷീ മീൻസ് ആനി ബെസന്റ് പ്ലേഡ് എ കീ റോൾ ഫോർ അഡ്മിറ്റിംഗ് എക്സ്ട്രീമിസ്റ്റ് ഇൻ ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. ഷീ പ്ലേഡ് എ കീ റോൾ ഫോർ അഡ്മിറ്റിംഗ് എക്സ്ട്രീമിസ്റ്റ് ഇൻ ടു കോൺഗ്രസ് എന്നാണ്. തീവ്രവാദികളായിട്ടുള്ള ആളുകൾ, തീവ്രവാദി ഗ്രൂപ്പിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ ആനി ബെസന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. തേർഡ് വൺ, ഹി സെറ്റപ്പ് ഹിസ് ഓൺ ലീഗ് in 1916 and restricted in Maharashtra only എന്നാണ്. He set up his own league, സ്വന്തമായിട്ട് ഒരു ലീഗ്, ഒരു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു 1916 ആൻഡ് റെസ്ട്രിക്റ്റഡ് ഇൻ ടു ഓൺലി മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിൽ അത് നിയന്ത്രിച്ചു എന്നാണ്, അല്ലെങ്കിൽ അവിടെ മാത്രമേ നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഓപ്ഷൻ വരുന്നത് 1, 2 ശരിയാണ്, 1, 3 ശരിയാണ്, 1 മാത്രം ശരിയാണ്, 2 മാത്രം ശരിയാണ്. 1, 3 ശരിയാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഈസ് റൈറ്റ്, ആൻഡ് ഫസ്റ്റ് ആൻഡ് തേർഡ് ഈസ് റൈറ്റ്, ആൻഡ് ഓൺലി ഫസ്റ്റ് റൈറ്റ് ആൻഡ് ഓൺലി സെക്കൻഡ് റൈറ്റ്. ഇതാണ് ഓപ്ഷൻ, ഇതാണ് ഓപ്ഷൻ വരുന്നത്, ആൻസർ ഓപ്ഷൻ വരുന്നത്. അപ്പൊ ചോദ്യം നമുക്ക് വീണ്ടും ശ്രദ്ധിക്കാം. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ച ആനി ബെസന്റ് ആണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തീവ്രവാദികളെ കൊണ്ടുവരുന്നതിൽ ആനി ബെസന്റ് നിർണായകമായ ഒരു പങ്ക് വഹിച്ചു എന്നാണ് പറയുന്നത്. ഷീ പ്ലേഡ് എ കീ റോൾ അഡ്മിറ്റിംഗ് എക്സ്ട്രീമിറ്റി ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മൂന്നാമത് ഷീ സെറ്റപ്പ്, ആനി ബെസന്റ് സ്വന്തമായ ഒരു ഹോം റൂൾ ലീഗ് 1914 സ്ഥാപിച്ചു, അത് മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടത് മിക്കവാറും സാധാരണ കുട്ടികൾക്ക് തോന്നുന്നത് 1, 3 ശരിയാണെന്ന് പറയാം. ആനി ബെസന്റ് ആണല്ലോ ഹോം റൂൾ പ്രസ്ഥാനം, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത്, അങ്ങനെ തോന്നാം. രണ്ടാമത്തെ അദ്ദേഹം സ്വന്തമായിട്ട് ഇന്റർനാഷണൽ ഒരു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു 14, അതും ശരിയാണ്. ഇങ്ങനെയാണ് സാധാരണ നോർമൽ ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തോന്നാറ്. ഇനി ഒന്നും കൂടി സ്വല്പം കൂടി ഡീപ്പായിട്ട് റേഞ്ച് കൂട്ടി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തോന്നും 1, 2 ശരിയാണെന്ന് തോന്നാം, 1, 2 ശരിയാണെന്ന് തോന്നാറുണ്ട്, മൂന്നാമത്തെ തെറ്റായിട്ട് തോന്നാറുണ്ട്. അപ്പോ ഇതാണ് നോർമലി തോന്നുന്നത്. പക്ഷെ നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തെ നോക്കിയാൽ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. അത് ആൻസർ തെറ്റാണ്. ഓർത്തിക്കുക, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആനി ബെസന്റ് അല്ല, അത് മാഡം ബ്ലാവട്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവട്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട് ആണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ ഒന്ന്, ഷീ പ്ലേഡ് എ കീ റോൾ അഡ്മിറ്റിംഗ് എക്സ്ട്രീമിസ്റ്റ് ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തീവ്രവാദികളെ അഡ്മിറ്റ് ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്നുള്ളത് അത് ശരിയാണ്. മിതവാദികളും തീവ്രവാദികളും സ്പ്ലിറ്റായി അതിനുശേഷം തീവ്രവാദികളെ വീണ്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് ഈ 2 കൂട്ടരെയും 14 ലക്നോ സമരത്തെ ഒന്നിപ്പിക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട റോൾ ആനി ബെസന്റ് വഹിച്ചു എന്നുള്ളത് അത് കറക്റ്റ് ആൻസർ ആണ്. ഇനി മൂന്നാമത്തത് ഓർക്കുക, ഹി സെറ്റപ്പ് ഹോം റൂൾ ലീഗ്, ഒരു ലീഗ് അദ്ദേഹം സ്ഥാപിച്ചു 1960 ആൻഡ് റെസ്ട്രിക്റ്റഡ് ഇൻ മഹാരാഷ്ട്ര എന്ന് പറയാം. ഇത് പകുതി ശരിയും പകുതി തെറ്റാണ്. അതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ. ആ ഒരു ഓപ്ഷനിൽ പകുതി ശരിയും പകുതി തെറ്റാണ്. 1916 തന്നെയാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. അത് ആനി ബെസന്റും ബാലഗംഗാധര തിലകനും കൂടി 1916 1960 തന്നെ ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചത്. പക്ഷെ മഹാരാഷ്ട്രയിൽ ഹോം റൂൾ ലീഗ് ലീഡ് ചെയ്തത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനും. അതേസമയം സൗത്ത് ഇന്ത്യയിൽ മദ്രാസിലാണ് ആര് ലീഡ് ചെയ്തത്? ആനി ബെസന്റ് ലീഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്ന് ശരിയാണെന്ന് തോന്നും. കാരണം അതിന്റെ പകുതി ശരിയാണ്. 16 സ്ഥാപിച്ച ആനി ബെസന്റും ബാലഗംഗാധര തിലകനാണ്. പക്ഷെ രണ്ടാമത്തെ പാട്ട് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റഡ് ഇൻ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് തെറ്റാണ്. അത് മഹാരാഷ്ട്രയിൽ ആരായിരുന്നു ലീഡ് ചെയ്ത ആള്? അത് ബാലഗംഗാധര തിലകൻ. അതേസമയം സൗത്ത് ഇന്ത്യയിൽ മദ്രാസിലാണ് ആര് അതിന് ലീഡ് ചെയ്ത ആള്? ആനി ബെസന്റ് സ്ഥാപിച്ചത്. അപ്പൊ അതുകൊണ്ട് ആൻസർ ഏതായിരിക്കും? ഒന്നാമത്തെ തെറ്റാണ്, മൂന്നാമത്തെ തെറ്റാണ്. സോ ആൻസർ
സെക്കൻഡ് ഓൺലി കിട്ടിയ സെക്കൻഡ് ഓൺലി രണ്ട് മാത്രം ശരിയാണ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ശരിയുള്ളൂ. അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ സെക്കൻഡ് ഓൺലി എന്നതാണ് ആൻസർ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. തിയോസഫിക്കൽ സൊസൈറ്റി ഓർക്കുക. തിയോസഫിക്കൽ സൊസൈറ്റി എന്നത് 1875 1875 നവംബർ 17 ന്യൂയോർക്കിലാണ് സ്ഥാപിക്കുന്നത്. എവിടെയാണ്? 1875 നവംബർ 17 ന്യൂയോർക്കിലാണ് തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. അത് സ്ഥാപിക്കുന്നത് ഹെലേന ബ്ലാവിറ്റ്സ്കി എന്ന് പറയുന്ന റഷ്യക്കാരിയും അതോടൊപ്പം ഹെൻറി ഓൾക്കോട്ട് കിട്ടിയ ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട് എന്ന അമേരിക്കക്കാരനായ ഹെൻറി ഓൾക്കോട്ട് എന്ന ഈ രണ്ടാളുകളും കൂടിയാണത് തിയോസഫിക്കൽ സൊസൈറ്റി 1875 നവംബർ 17 ന്യൂയോർക്കിൽ സ്ഥാപിക്കുന്നത്. അപ്പൊ റിയലി ഈ തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കുന്ന 90% അല്ല, മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഓൾക്കോട്ട് എന്ന് പറഞ്ഞാൽ ഹെൻറി ഓൾക്കോട്ടും അതോടൊപ്പം ഹെലേന ബ്ലാവിറ്റ്സ്കി. അപ്പൊ റഷ്യക്കാരിയാണ് ബ്ലാവിറ്റ്സ്കി എന്ന് പറയുന്നത്, അമേരിക്കക്കാരനാണ് ഹെൻറി ഓൾക്കോട്ട്. അപ്പൊ മാഡം ബ്ലാവിറ്റ്സ്കി ആൻഡ് കേണൽ ഹെൻറി ഓൾക്കോട്ട് ഈ രണ്ടാളും കൂടി 1875 നവംബർ 17 ന്യൂയോർക്കിൽ സ്ഥാപിക്കുന്നത്. അതിനുശേഷം 1882 ആയപ്പോ ഷിഫ്റ്റഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ടു അടയാർ നിയർ മദ്രാസ് ആൻഡ് ലെഡ് ബൈ ആനി ബെസന്റ്. അതിനുശേഷം 1882 സ്ഥാപിച്ച് 82 ആയപ്പോഴാണ് ഈ തിയോസഫിക്കൽ സൊസൈറ്റി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടേക്ക് മാറ്റുന്നത്? മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് മാറ്റുന്നത്. അടയാറിലേക്ക് മാറ്റിയതിനു ശേഷമാണ് അതിന്റെ ലീഡർഷിപ്പ് ആരെടുക്കുന്നത്? ആനി ബെസന്റ് ഏറ്റെടുക്കുന്നത്. അപ്പൊ റിയലി ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി ഇന്ത്യയിലേക്ക് മാറ്റിയ ശേഷമാണ് അതിന്റെ ലീഡർഷിപ്പിൽ ആര് വരുന്നുള്ളൂ? ആനി ബെസന്റ് വരുന്നുള്ളൂ. റിയലി ഇത് ന്യൂയോർക്കിലാണ് സ്ഥാപിക്കുന്നത്, ഇന്ത്യയിൽ. ആ ന്യൂയോർക്കിൽ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് കേണൽ ഓൾക്കോട്ടും മാഡം ബ്ലാവിറ്റ്സ്കി ആയിരുന്നു. 1882 അത് ഇന്ത്യയിലേക്ക് മാറ്റുന്ന ഓർത്തിരിക്കുക. ഹെഡ്ക്വാർട്ടേഴ്സ് മാറ്റുന്നത് മദ്രാസിനടുത്തുള്ള അടയാറിലേക്ക് മാറ്റുന്നത്. അതിനുശേഷമാണ് ആനി ബെസന്റ് ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതും കൂടി ഓർത്തിരിക്കുക. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി എന്താണെന്ന് വെച്ചാൽ ഇതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ തന്നെ. എന്നാൽ സ്പിരിച്വലിസത്തിൽ അടിസ്ഥാനമായ ഒരു ഭൗതികവാദം കൂടി അതിനുണ്ടായിരുന്നു കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇവരുടെ പ്രധാനപ്പെട്ട സംഭവം പറഞ്ഞത് ലോകത്തെ എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു മാതൃ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമാണ്. ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കാരം. ആ സംസ്കാരത്തിൽ നിന്നാണ് മറ്റെല്ലാ സംസ്കാരങ്ങളിലേക്കും ആശയങ്ങളും അടികളൊക്കെ കടം കൊണ്ടുപോയത്. അതുകൊണ്ട് ആ സംസ്കാരത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇവർക്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ടത്. പിന്നെ മറ്റു ചില ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില ഗോളുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് എൻകറേജ് ചെയ്യുന്നു. യൂണിവേഴ്സൽ പ്രൊപ്പഗേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന സംഭവം ഉണ്ടായിരുന്നു. ഒരു സർവലൗകികമായ ഒരു സാഹോദര്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഗോള്. രണ്ടാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ, ഫിലോസഫി ആൻഡ് സയൻസ് ഇൻ വേരിയസ് കൺട്രീസ്. വ്യത്യസ്ത രാഷ്ട്രങ്ങളിലുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങൾ രൂപമുണ്ട് മതങ്ങളെ കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്യുക. എസ്പെഷ്യലി പ്രധാനമായിട്ട് ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, ഇസ്ലാം മതം, ജൂതമതം, പാർസി മതം, സിഖ് മതം, ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള മതങ്ങളെ കമ്പാരിറ്റീവ് ഇതിനെ സ്റ്റഡി ചെയ്യുക, കമ്പാരിറ്റീവ് അതിനെ പഠിച്ച് അതോടൊപ്പം അതിന്റെ ഫിലോസഫി, സയൻസ് ഇതെല്ലാം പഠിച്ച് അതിന്റെ നല്ല ഭാഗങ്ങളെ പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയൻ ഉണ്ട്, ഫിലോസഫി ആൻഡ് സയൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുക ഇവരുടെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഈ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് റിലീജിയനിലാണ് ഇവർ കണ്ടെത്തിയത് ലോകത്തിലെ എല്ലാ മതങ്ങളിലും ഒരു മതം എന്ന് പറയുന്നത് മാതൃ സംസ്കാരം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരം. ആ സംസ്കാരത്തിലാണ് ആ ഭാരതീയ സംസ്കാരമാണ് ഇന്നത്തെ ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സംസ്കാരത്തിൽ നിന്നാണ് മറ്റു മതങ്ങളിലേക്കുള്ള ആശയങ്ങൾ കടന്നു പോയത് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അവരുടെ. അങ്ങനെ ഒരു ഐഡിയ ഈ തിയോസഫി സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് തിയോസഫി. ഇനി അതുമായി ബന്ധപ്പെട്ട് 1916 ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. ആനി ബെസന്റും ബാലഗംഗാധര തിലകനാണ് ഹോം റൂൾ ലീഗ് സ്ഥാപിക്കുന്നത്. അത് മഹാരാഷ്ട്രയിൽ അല്ലെങ്കിൽ മധ്യേന്ത്യയിൽ ആരാണ് ബാലഗംഗാധര തിലകൻ ലീഡ് ചെയ്തു, സൗത്ത് ഇന്ത്യയിൽ ആരും ലീഡ് ചെയ്തു? ആനി ബെസന്റ് ലീഡ് ചെയ്തു. ഇനി ആനി ബെസന്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർപ്പിക്കണം. ആനി ബെസന്റിന് ഒരു പത്രമൊക്കെ ഉണ്ടായിരുന്നു. ആ പത്രത്തിന്റെ പേര് ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് എന്നാണ്. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത്, ഇങ്ങനെ രണ്ട് പത്രങ്ങൾ ആനി ബെസന്റ് ഉണ്ടായിരുന്നു കൂടി മറക്കാതെ പഠിച്ചു. ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് എന്ന രണ്ട് പത്രം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഷീസ് എ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ബിക്കേം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അത് മറക്കാതെ പഠിക്കുക. 1917 ആനി ബെസന്റ് INC പ്രസിഡന്റ് ആകുന്നത്. അത് കൽക്കത്ത സമ്മേളനത്തിൽ. അപ്പൊ INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ആരാണ്? ആനി ബെസന്റ് ആണ്. 1917 കൽക്കട്ട സമ്മേളനത്തിലാണ് ന്യൂ ഇന്ത്യ ആൻഡ് കോമൺവെൽത്ത് ഇങ്ങനെ രണ്ട് പത്രങ്ങൾ ആനി ബെസന്റ് ഉണ്ടായിരുന്നു. ഓർക്കുക. ബാലഗംഗാധര തിലകനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേസരി ആൻഡ് മറാത്ത രണ്ട് പത്രങ്ങൾ ഉണ്ടായിരുന്നു. ഓർത്തുവയ്ക്കുക. പിന്നെ ഗീത, എസ് എ ഓൺ ഗീത എന്നൊരു ഗീതാ സന്ദേശം എന്നൊരു
കൃതി ഉണ്ടായിരുന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. മറ്റു കാര്യങ്ങൾ ബാലഗാനത്തിലുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറെ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട് ഉറപ്പേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ തിയോസോഫിക്കൽ സർജറിയുമായി ബന്ധപ്പെട്ടും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടും ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പർ കമന്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ തന്നെ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.